പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ സ്ഥാപിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജനജീവിതത്തിന് ദോഷകരമായ പ്ലാന്റിനെതിരെയുള്ള വികാരം വ്യവസായ വകുപ്പിനെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും ധരിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വേട്ടാമ്പാറയിൽ സ്ഥാപിച്ച ടാർ മിക്സിംഗ് പ്ലാന്റ് ഏതാനും ദിവസം പ്രവർത്തിച്ച ശേഷം ജനങ്ങളുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും എതിർപ്പിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിന്റെ തീരുമാനപ്രകാരം പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പ്രസിഡന്റ് ജെസ്സി സാജുവിന്റെ നേതൃത്വത്തിൽ പ്ലാന്റിലെത്തി നടത്തിയ പരിശോധനയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി രേഖ ഉൾപ്പെടെ കണ്ടെത്താനായിരുന്നില്ല. വ്യവസായ വകുപ്പ് 3 വർഷത്തേക്ക് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം. ഇത് അംഗീകരിക്കാനാകില്ലെന്നും പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ളതായി ജെസ്സി സാജു പറഞ്ഞു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെയാണ് പരാതി ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തര കമ്മിറ്റി വിളിച്ച് ഇന്ന് ഞങ്ങളെ കമ്മിറ്റിയിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും ഇനി ഒരു അനുമതിയുമില്ലാതെ അവിടെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനവും ഞങ്ങൾ എടുക്കുകയും അത് വ്യവസായ വകുപ്പിൻ്റെ അനുമതി മതി എന്ന് പറയുകയും പിണ്ടിമന പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ലഭിക്കുകയോ ഒരു അനുമതി പഞ്ചായത്ത് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ട എന്നും വ്യവസായ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി 3 വർഷക്കാലം പ്രവർത്തിപ്പിക്കാനുള്ള സജ്ജീകരണമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. പ്ലാന്റിന്റെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരു കാരണവശാലും പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെയും നിലപാട്. ഏതാനും ദിവസത്തെ പ്രവർത്തനത്തിലൂടെ തന്നെ പ്ലാന്റ് മൂലമുണ്ടാകാവുന്ന ദുരിതം വ്യക്തമായതോടെയാണ് ജനങ്ങൾ രംഗത്തിറങ്ങിയത്. പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ജനങ്ങളുടെ നിലപാടിനൊപ്പം ചേർന്നിട്ടുമുണ്ട്. പ്ലാന്റിനെതിരായ വികാരം വ്യവസായ വകുപ്പിനെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും ധരിപ്പിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഒരു കാരണവശാലും ജനപക്ഷത്ത് നിന്നുകൊണ്ടല്ലാതെ ഈ പ്ലാന്റിന് അനുമതിയോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പക്ഷത്ത് നിന്ന് ഞങ്ങൾ ഭരണസമിതി ഒരിക്കലും അനുകൂലിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായ വകുപ്പിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം അറിയിക്കാനായിട്ട് കൂടി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതവിടെ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണവും ഉണ്ടാകില്ല. പ്ലാന്റിന്റെ നടത്തിപ്പുകാർക്ക് ഒരു തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും അത് അവഗണിച്ചാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതും പ്രവർത്തനം ആരംഭിച്ചതും. ഇപ്പോഴത്തെ നിയമപ്രകാരം പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയും വ്യവസായ സ്ഥാപനങ്ങൾക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് നേരിട്ട് ലൈസൻസ് ലഭിക്കും. KCV ന്യൂസ്, പിണ്ടിമന.